ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് ജൂൺ മാസത്തിൽ കന്നിക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് ജന്മം 2, 3, 4, 5 എന്നീ ഭാവങ്ങൾ ശുദ്ധമാണ്. ശുദ്ധമാണ് എന്ന് വെച്ച് പറഞ്ഞാൽ ആ ഭാവങ്ങളിൽ ഗ്രഹങ്ങളില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നേരത്തെ ഉള്ള സിംഗപ്പൂർ പറഞ്ഞ മാതിരി കാലസർപ്പ യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാലസർപ്പ യോഗം ഒരു മഹാദോഷകരമായിട്ടുള്ളൊരു യോഗമാണ്. അത് കാരണം കൊണ്ട് തന്നെ രാജ്യത്ത് പലവിധ സംഭവ വികാസങ്ങളും മറ്റുള്ളതെല്ലാം നടക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. അത് കാരണം കൊണ്ട് തന്നെ യുദ്ധഭീഷണി മറ്റുള്ള കാര്യങ്ങളുമെല്ലാം ഇപ്പോൾ നടന്നു വരുന്നത്. കാലസർപ്പ യോഗം വളരെ ദോഷകരമായിട്ടുള്ളൊരു സംഭവമാണ്. രാഹു കേതുക്കളുടെ പിടിയിലാണ് ഗ്രഹങ്ങളെല്ലാം എന്നുള്ളത് നിസ്സാരം പരാപരമായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും കന്നിക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ 6ാം ഭാവത്തിൽ രാഹു അനുകൂല സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട്. 7ാം ഭാവത്തിൽ ശനി കണ്ടക ശനിയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 8ാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്തിൽ തന്നെ ശുക്രൻ നിൽക്കുന്നുണ്ട്. 9ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 10ാം ഭാവത്തിൽ വ്യാഴവും, 11ൽ അനുകൂലപരമായിട്ടുള്ള സ്ഥാനത്ത് ചൊവ്വയും, 12ൽ കേതുവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് കാണുന്നത്. ധനസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള ജോലി എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. തൊഴിൽ തടസ്സങ്ങൾ വരുവാനുള്ള സാധ്യതകളില്ല. തൊഴിൽ മേന്മകൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ധൈര്യം, ആരോഗ്യം, അതുപോലെ തന്നെ ചങ്കൂറ്റം എന്നിവയെല്ലാം ഇവർക്ക് പ്രത്യേകപരമായിട്ട് കാണുന്നുണ്ട്. എന്തു വന്നാലും അവിടെ വെച്ച് വന്നാലും അത് കണ്ടു കളയാം എന്നുള്ളൊരു ചിന്താഗതികളെല്ലാം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഭവന സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഗൃഹസംബന്ധമായിട്ടോ ഗൃഹപ്രവേശമോ എല്ലാം നടത്തുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഗൃഹ ആരംഭത്തിന് തുടക്കം കുറിക്കുവാനുള്ള സമയവും ആയിട്ടുണ്ട്. ആഡംബര ഭവനമായാലും ചെറുകിട ഭവനങ്ങളായാലും അത് ഉത്തമപരമായിട്ട് കയറ്റുവാനും അതിൽ കയറി താമസിക്കുവാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. ഭവന നിർമ്മാണം ഏകദേശം പൂർത്തിയായവർക്കെല്ലാം ഗൃഹപ്രവേശത്തിനുള്ള സമയമായി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം അവരവർ ചിന്തിക്കുന്ന ബുദ്ധികളും മറ്റുള്ളതും അത്ര ശരിയായിരിക്കണമെന്നില്ല. അത് കാരണം മറ്റുള്ളവരെ കൊണ്ടുകൂടിയിട്ട് അതിനുള്ള പഠനങ്ങൾ നടത്തിയും അല്ലെങ്കിൽ സംഭാഷണം നടത്തിയും വർത്തമാനത്തിലൂടെയും എല്ലാം കൈകാര്യങ്ങൾ ചെയ്ത് വിശ്വസ്തപരമായിട്ടുള്ള ആളുകളെ കൊണ്ട് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച് അതിൻ്റേതായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് നേടുവാനുള്ള സാധ്യതകൾ കുറച്ചുകൂടി ഇതാണ്. കാരണം ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറേയേറെ തടസ്സങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാലും ജൂൺ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അതെല്ലാം പരിഹരിച്ചു വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളാണ് കാണുന്നത്. സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സയൻസിസ്റ്റ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗവേഷണ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങളുണ്ടാവും. ഹോസ്പിറ്റലേഷൻ സംഭവമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ബിസിനസ് നടത്തുന്നവർക്കും അതിൽ ജോലി എടുക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം മറ്റും വരുന്നതായി കാണുന്നുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ ചില സമയങ്ങളിലെല്ലാം തടസ്സപ്പെട്ടു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിവാഹം നീണ്ടുപോകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെ പറയാം. ഉദ്ദിഷ്ട യാത്രകൾ കൊണ്ട് ചിലപ്പോൾ കാര്യങ്ങൾ നടന്നു എന്ന് വരില്ല. അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ദൂരയാത്ര കാര്യസാധ്യത നടക്കണം എന്നുള്ള ദൂരയാത്ര ചെയ്യുകയാണെങ്കിൽ ശാസ്താവിന് കറുത്ത പട്ട്, എള്ള് പായസം, നീരാഞ്ജനം വഴിപാട് എന്നിവയെല്ലാം നടത്തി അതായത് നമുക്ക് ഏറ്റവും ഉചിതപരമായിട്ടുള്ളതും കാര്യക്ഷമമായിട്ടുള്ള യാത്രയാണെങ്കിൽ അതിൻ്റെ തലേ ദിവസം എള്ള് പായസം, കറുത്ത പട്ട്, നീരാഞ്ജനം വഴിപാട് എന്നിവയെല്ലാം നടത്തി അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം യാത്ര തിരിക്കുകയാണെങ്കിൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വാഹന കൈകാര്യങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം പൊതുവെ ഗുണാനുഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് താനും.
അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ വർദ്ധിച്ചു വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഭാഗ്യകടാക്ഷം കൊണ്ട് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയും ഭാഗ്യ പുരോഗതിയും വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കർമ്മസ്ഥാനത്തിൽ വ്യാഴം നിൽക്കുന്ന കാരണം കൊണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് പറയുന്നത്. തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിക്കുക മാത്രമല്ല, തൊഴിലിൽ വളരെ ശ്രദ്ധ വേണം എന്നാണ് പറയുന്നത്. പുതിയ ബിസിനസ് മറ്റുള്ളതെല്ലാം തുടങ്ങുകയാണെങ്കിൽ ജാതക പരിശോധന ബലമായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ജാതകത്തിൽ വളരെ അനുകൂലപരമായിട്ടുള്ള ദശാകാലങ്ങളും അപകാരകാലങ്ങളും നടക്കുകയാണെങ്കിൽ ബിസിനസ്സിന് ഇറങ്ങിത്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതുകൊണ്ടും വലിയ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. ലാഭസ്ഥാനം, തൊഴിൽ ചെയ്യുന്നതിനനുസരിച്ചുള്ള ലാഭസ്ഥാനം നേട്ടങ്ങൾ വഹിക്കുവാനുള്ള കാര്യങ്ങളാണ് കാണുന്നത്. രാജ്യത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലം കൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക്, അതായത് കന്നി രാശിക്കാർക്ക് സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം ഭാഗ്യവശാൽ രക്ഷപ്പെടുവാനും രക്ഷ പ്രാപിക്കുവാനും അതുപോലെ തന്നെ ആത്മനിയന്ത്രണം പാലിക്കുവാനും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ക്ഷത മേൽക്കാതിരിക്കുവാനും ആരോഗ്യപരമായിട്ടുള്ളതും ആയുസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ പരിഹരിക്കുവാനും സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. അവരെ സംരക്ഷിക്കേണ്ട കടമ ഉള്ള ആളാണ് സേനാധിപത്യം വഹിക്കുന്ന ചൊവ്വ നീചത്തിൽ നിൽക്കുന്നത്. നീചത്തിൽ 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള കാര്യക്ഷമതകൾ ഉണ്ടാവും അങ്ങനെ പറയാം. എന്നിരുന്നാലും ഇവർക്ക് ചില പരിഹാരങ്ങൾ ചെയ്യാണ്ട് ഞാൻ എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ വ്യാഴത്തെങ്കിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നത്, അത് മഹാവിഷ്ണുവെങ്കിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നക്ഷത്രപ്രകാരമായിട്ടുള്ള പരിഹാരങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ കന്നിക്കൂറുകാർക്ക് ഉത്തരത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം വരുന്ന കന്നിക്കൂറുകാർക്ക് ശിവനെങ്കിൽ ധാര, വിളക്ക്, മാല എന്നിവയും, അത്ത നക്ഷത്രക്കാർക്ക് ഭഗവതി ക്ഷേത്രത്തിൽ സഹസ്രനാമർച്ചന, വിളക്ക്, മാല, പായസം എന്നിവ നടത്തുന്നതും, അതുപോലെ തന്നെ ചിത്ര നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ദിവസം ഭഗവതി സേവ നടത്തുന്നതും വളരെ ഉത്തമകരമായിട്ട് കാണുന്നുണ്ട്. നമസ്കാരം.